ഹായ് ഗായ്സ്, ഇതാണ് ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രം. ട്രിവാൻഡ്രത്തു നിന്ന് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കാണാം. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുണ്ട്. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പൻ നെക്സ്റ്റ്. ഒരുപാട് വിദേശീയരും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരും ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലം തന്നെയാണത്. മനോഹരമായ ഒരു സ്ഥലമാണ്. ചുറ്റും പക്ഷേ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ഇവിടെ എല്ലാം ടൂറിസം ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരു ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ടിക്കറ്റിൻ്റെ എമൗണ്ടൊക്കെ എങ്ങനെയാണ്? ഓക്കെ. ചേട്ടാ പേരെന്തോ? അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 2 ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് നമ്മൾ. ഇവിടുന്നാണ് നമ്മുടെ പടിക്കെട്ടുകൾ ആരംഭിക്കുന്നത്. കുറച്ചുണ്ട്. ഇത് വിനോദസഞ്ചാര കേന്ദ്രം ശാസ്താംപാറ ടൂറിസം 2021 ഇത് ഇനാഗുറേഷൻ ചെയ്തത്. കുടിവെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എന്തായാലും ചവറുകൾ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബോക്സൊക്കെ കൃത്യം തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പടി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പാറ പൊട്ടിച്ച് പടി ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. മണ്ഡപം 1 കഴിഞ്ഞാൽ മണ്ഡപം 2 വഴി ഇങ്ങനെയാണ്. ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. ഇതാണ് മണ്ഡപം 2. ഇവിടെ നിന്നാലും നമ്മുടെ ഒരു ബോട്ട്സ് ഐ വ്യൂ കിട്ടുന്നതാണ്. കുറച്ചുകൂടെ ഹൈറ്റ് കിഴക്ക് ഭാഗം സിറ്റി ഡെവലപ്പായി വരുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ ചെറിയൊരു അമ്പലമുണ്ട്. വിൽ ഗോ ദേർ ആൻഡ് സീ വാട്ട്സ് ദാറ്റ്. ഇത് മണ്ഡപം 2 ആണെന്ന് തോന്നുന്നു. ഒരു ഐസ്ക്രീം പാർലറാണിത്. ഇവിടെ ആൾക്കാരില്ല. കുറേ വിദേശികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു അപ്പർ വ്യൂ നല്ല രസമാണ് കാണാൻ. ഈ ശാസ്താംപാറയുടെ മുകളിൽ കണ്ട അമ്പലത്തിൻ്റെ കൽക്കടക്കാണ്. ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. പൂജാരിയൊന്നും കാണുന്നില്ല. ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമുക്കിനി അതിന് മുകളിലോട്ട് പോകാം. അവിടെ കുറച്ച് ആൾക്കാരിരിപ്പുണ്ട്. ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കൊച്ചു കുട്ടികളൊക്കെ ഓടി കളിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ പക്ഷെ ഒരു ഹാൻഡ് റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു സൂയിസൈഡ് പോയിന്റ് പോലെയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന അധികൃതർ ചെയ്യുന്ന ഒരു റെയിലിംഗ് സ്ഥാപിക്കാൻ സാധിക്കും. വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പഠിക്കട്ടില്ല. ആളുകൾ നന്നായി ബുദ്ധിമുട്ടിയാണ് ഇതിൽ കയറുന്നത്. ഇച്ചിരി കഠിനമായ കയറ്റമാണ്. പഠിക്കട്ടില്ലാതെ റെയിലിംഗ് പിടിച്ച് കയറുന്നത്. ആൾക്കാർ കയറുന്നുണ്ട്. ലെറ്റ്സ് ട്രൈ. ഇത്രയും മുകളിൽ കയറി വരുമ്പം കാണാൻ സാധിച്ച ഒരു അമ്പൽക്കുളമാണ് നിങ്ങൾ കണ്ടത്. ഇതിന് ചുറ്റും ആണ് പ്രത്യേകിച്ചില്ല. കുളമാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. മനോഹരമായ ഒരു അമ്പലം തന്നെയാണ്, ചെറുതാണെങ്കിലും. ഇവിടെ ഒരു സോളാർ പാനൽ കാണാം. അതിൻ്റെ ഒരു യൂണിറ്റ്, പിന്നെ ഏറ്റവും മുകളിലൊരു ലൈറ്റ്. ഇതാണ് ഇവിടുത്തെ അപ്പർ വ്യൂ. ഇവിടുത്താണ് വന്നിരിക്കുന്നത്. ഇത് ഏരിയ മുഴുവൻ കവർ ചെയ്ത് കാണാം. ഏരിയ മുഴുവൻ കാണാൻ സാധിക്കും.
നമ്മൾ നേരത്തെ കണ്ട ശാസ്താംപാറയിൽ അമ്പലം താഴെ കാണാം, മണ്ഡപം താഴെ കാണാം. ഇത് തിരുവനന്തപുരം സിറ്റിയാണ്. അവിടെ നമുക്ക് ദൂരദർശൻ്റെ ടവർ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മൂക്കുന്നി മലയാണ്. കടലിൽ വെയിലടിച്ച് റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ സിറ്റി ആ ഭാഗത്തായിട്ട് വരും. ഇതാണ് ശാസ്താംപാറയിൽ നമ്മൾ കാണുന്നത്. നല്ല കൂൾ ബ്രീസ്. സോ ട്രാവൽ വിത്ത് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. തിരുവനന്തപുരത്ത് തന്നെയുള്ള അടുത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നമുക്കിനി വീണ്ടും വെച്ച് കാണാം. സോ ക്യാച്ച് യു യുവർ ലവിംഗ് ഹേമന്തിപ്പൻ. ബൈ.